നമ്മളിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതൊരാൾ വന്നാൽ എവിടെയാണ് നിൽക്കേണ്ടത്? യെസ്. ഇനി എന്ത് ചെയ്യണം? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഈ രണ്ടുപേരും എന്നിട്ടോ രണ്ടുപേരും ചേർന്ന് നിന്നു അല്ലേ? ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചേർത്തിട്ട് സാധാ പോലെ ജമാഅത്തായി നിസ്കരിക്കാം. ബാക്കി കാക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ചുമര അടുത്തുണ്ട്. അപ്പോൾ ഒരു മാമൂമ വന്ന് നിൽക്കേണ്ടത് എവിടെയാണ്? ഒറ്റക്ക് നിസ്കരിക്കാം. ഓൻ അവിടെ പോയി നിന്ന് കൈകെട്ടി. ഇനി മൂന്നാമതൊരാൾ വന്നു. മൂന്നാമതൊരാൾ വന്നു, അവളെ കൈകെട്ടി. ഇനി നോക്കി നിങ്ങൾ, ഇനി ബാക്കിലേക്ക് ഇറങ്ങാൻ ഈ മാമൂമികൾക്ക് സ്ഥലമില്ല. അപ്പം ഇമാം എന്ത് ചെയ്യണോ? ഇങ്ങനെയായിട്ട് അപ്പോൾ രണ്ട് മാമൂമികളും ചേർന്ന് നിൽക്കണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം മനസ്സിലായാ?